എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു റെസിപ്പിയാണ് കപ്പ ബിരിയാണി. പലരും പല പേരിലാണിത് പറയുന്നത്. കപ്പയിറച്ചി എന്നും ചിലർ പറയാറുണ്ട്, കപ്പ ബിരിയാണി, എല്ലും കപ്പയും എന്നൊക്കെ പറയാറുണ്ട്. എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഫുഡ് തന്നെയാണിത്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും കപ്പ ബിരിയാണി കാണുമ്പോൾ. പിന്നെ ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ചേർത്ത്, തേങ്ങ വറുത്തരച്ച് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊത്തിഞ്ഞുറുക്കിയ 1.5 കിലോ കപ്പ, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പച്ചമുളക് ഒരു 5-6 എണ്ണം. ഞാനിവിടെ കാന്താരി മുളകാണ് യൂസ് ചെയ്യുന്നത്. കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പച്ചമുളകും യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി ഒരു വലിയ കഷ്ണം ചതച്ചെടുക്കണം, 5-6 അല്ലി വെളുത്തുള്ളി കൂടെ ചതച്ചെടുത്തത്, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത് ഒരു 6-7 ഉള്ളി മതിയാവും, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക്, ഗ്രാമ്പു 2 എണ്ണം, ഒരു വറ്റൽമുളക് ഒരു 3 എണ്ണം, 1 ടീസ്പൂൺ കടുക്, എണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ. എങ്ങനെ കപ്പ ബിരിയാണി തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് കപ്പ വേവിക്കാം. അതിനായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ കപ്പയിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തൊന്ന് ഇളക്കി വേവിക്കാൻ വെക്കാം. കപ്പ തിളച്ച് വരുമ്പോൾ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ആദ്യമേ ഉപ്പ് ചേർത്താൽ കൂടുതൽ സമയം എടുക്കും വേകാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ തിളയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു 1/4 വേവോളം വേവിച്ച കപ്പയാണിത്. വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് റെഡിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബീഫ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലാണ് ഞാനിപ്പോൾ വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കാം കേട്ടോ, ചട്ടിക്കാണ് സ്വാദ്, അതുകൊണ്ടാണ് ചട്ടി പ്രിഫർ ചെയ്തത്. ഇനി കഴുകി വെച്ചിരിക്കുന്ന ഈ ബീഫിലേക്ക് നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാനിവിടെ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്. ഈ എല്ലോട് കൂടിയുള്ള ബീഫ് വേവിക്കുമ്പോൾ കുരുമുളകും ഗ്രാമ്പും ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും. ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും മൊത്തം ചേർക്കണ്ട, ഒരു അല്പം മാറ്റി വെക്കണം കേട്ടോ അവസാനം മസാല തയ്യാറാക്കാൻ വേണ്ടി. കാന്താരി മുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ബീഫ് വേകുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇപ്പം ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതങ്ങ് ശരിക്കും വറ്റി ഡ്രൈ ആയിട്ടില്ല, ഒരു ഗ്രേവി പോലെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയിൽ നിന്നുള്ള ബാക്കി കുറച്ച് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ സവോള കൂടെ ചേർക്കുക. സവോള ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ കൂടി ചേർക്കാം. പൊടികൾ നമ്മൾ ആദ്യം വെച്ച പൊടിയുടെ ബാലൻസ് വരുന്ന പൊടികളാട്ടോ, എക്സ്ട്രാ പൊടികളല്ല. നമ്മളെല്ലാം 1.5 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ ടീസ്പൂൺ വീതം നമ്മൾ ബീഫിൽ ചേർത്തു. ബാക്കിയുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നമ്മൾ ഈ സവോള ഇതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ബീഫിൽ മസാലയൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മസാല എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുക്കുക.
ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഒരു വെള്ളത്തിൽ കലക്കി ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യണം. ഉപ്പായിട്ട് ഇടരുത്, അപ്പോൾ എല്ലായിടത്തും ഉപ്പ് പിടിക്കത്തില്ല. ഉപ്പ് ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ബീഫിലെ നെയ്യും കപ്പയൊക്കെ ചേർന്ന മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് കപ്പ ഇളക്കിയെടുക്കണം. കപ്പ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ച് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചെയ്ത് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.